നമസ്കാരം. പ്രാദേശിക വാർത്തകളുമായി BBC ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മനസ്സ് തൊട്ടറിയുന്ന വിശ്വാസം. കല്യാൺ ജുവലേഴ്സ്. വിശ്വാസം അതല്ലേ എല്ലാം. കരിങ്കുന്നം സെന്റ് അഗസ്റ്റീൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടന്ന ISRO ശാസ്ത്ര പ്രദർശനം ശ്രദ്ധേയമായി. NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ അവശിഷ്ടങ്ങൾ പുഴയിലും വനത്തിലും തള്ളി. IT പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം തൊടുപുഴ ഡയറ്റ് സ്കൂളിൽ നടന്നു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബിലി സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ചു. PC വിശ്വനാഥ് MLA-ക്കെതിരെ വിവിധ സംഘടനകൾ നടത്തുന്ന ദുഷ്പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൊടുപുഴയിൽ പ്രകടനം നടത്തി. തൊടുപുഴ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 21-ന് കാരിക്കോട് പ്രിയദർശിനി നഗറിൽ സൗജന്യ നേത്രചികിത്സ ക്യാമ്പ് നടത്തും. വാർത്തകൾ വിശദമായി. കരിങ്കുന്നം സെന്റ് അഗസ്റ്റീൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടന്ന ISRO ശാസ്ത്ര പ്രദർശനം കാണികൾക്ക് പുത്തനുണർവായി. ബഹിരാകാശ ശാസ്ത്രരംഗത്തെ രാജ്യത്തിന്റെ കുതിപ്പിലേക്കുള്ള വെളിച്ചം വീശുന്ന പ്രദർശനം ശ്രദ്ധേയമായി. കരിങ്കുന്നം സെന്റ് അഗസ്റ്റീൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുക്കിയ ശാസ്ത്ര പ്രദർശനമാണ് കാഴ്ചക്കാർക്ക് അറിവിന്റെ പുതിയ ലോകം സമ്മാനിക്കുന്നത്. കരിങ്കുന്നം സെന്റ് അഗസ്റ്റീൻസ് കൾച്ചറൽ സെന്ററിൽ നടക്കുന്ന പ്രദർശനം ബുധനാഴ്ച സമാപിക്കും. അടുത്ത ജനുവരിയിൽ ISRO പരീക്ഷിക്കാനിരിക്കുന്ന വിക്ഷേപണ വാഹനം GSLV Mark 3ന്റെ മാതൃകയാണ് പ്രദർശനത്തിലെ താരം. നിലവിലുള്ള വിക്ഷേപണ വാഹനങ്ങളെക്കാൾ 4 ഇരട്ടി വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിക്കാൻ കഴിയുന്ന വിക്ഷേപണ വാഹനമാണിത്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇടനിലക്കാരിയായി പ്രവർത്തിച്ച മാതാവ് ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് 4 പേർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. രാജകുമാരി കുളപ്പാറശാൽ പുതിയ വീട്ടിൽ ലിസി മറിയാമ്മ, രാജാക്കാട് കള്ളിമാലി പുതിയെടുത്ത് ശ്രീകുമാർ, ഉപ്പുതോട് തയ്യിൽ ജോസുകുട്ടി എന്നിവരാണ് അറസ്റ്റിലായത്. ഇടുക്കി രാജാക്കാട് സ്വദേശിനിയായ ഒരു മൈനർ പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ അമ്മ പണത്തിന് വേണ്ടി പലർക്കായിട്ട് കാഴ്ചവെച്ച് അതിനെ തുടർന്ന് കൊച്ചി മധുര ദേശീയപാതയിൽ അന്വേഷണം കഴിഞ്ഞ് മടങ്ങിയ പോലീസ് സംഘം സഞ്ചരിച്ച വാൻ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് CI അടക്കം 7 പേർക്ക് പരിക്ക്. അടിമാലി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ AE കുര്യൻ, CB ഉലഹനൻ, സജി N പോൾ, CR സന്തോഷ്, KD മണിയൻ, PP നിസാർ, രാജാക്കാട് ശ്രീപീഡന കേസിലെ പ്രതി പുതിയെടുത്ത് ശ്രീകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ അവശിഷ്ടങ്ങൾ പുഴയിലും വനത്തിലും തള്ളി. സംസ്ഥാന സമ്മേളനത്തിന്റെ കൊടിതോരണങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും തൊടുപുഴയാറ്റിലും തൊമ്മൻകുത്ത് വനത്തിലുമാണ് നിക്ഷേപിച്ചത്. തൊടുപുഴയിൽ നടന്ന NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ മാലിന്യങ്ങൾ വനത്തിലും പുഴയിലും തള്ളി. അഴുകി ദ്രവിച്ച ഭക്ഷണ സാധനങ്ങളും കൊടിതോരണങ്ങളുമാണ് സംഘാടകർ പൊതുജനത്തിന് ശല്യമായി പൊതുസ്ഥലത്ത് തള്ളിയത്. തൊടുപുഴയാറ്റിലും തൊമ്മൻകുത്ത് വനത്തിലുമായി 3 ഇടങ്ങളിലായി ടൺ കണക്കിന് മാലിന്യമാണ് നിക്ഷേപിച്ചത്. അഴുകി ദുർഗന്ധം വമിക്കുന്ന ഭക്ഷ്യാവശിഷ്ടങ്ങളും NGO അസോസിയേഷൻ സമ്മേളനത്തിന്റെ കൊടിതോരണങ്ങളും ഇതിൽ ഉൾപ്പെടും. രാത്രിയുടെ മറവിൽ കോൺഗ്രസ് പ്രവർത്തകർ ടിപ്പർ ലോറിയിലെത്തി മാലിന്യം തള്ളുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇത് കേരള NGO അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ വെച്ചാണ്. ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ അവശിഷ്ടങ്ങൾ NGO അസോസിയേഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ അത് തൊടുപുഴ ഇടുക്കി ജില്ലയിൽ ഏറ്റവും പ്രധാനമാണ്. MVIP അതിർത്തി പുനർനിർണയിച്ച് ജണ്ടയിടുന്നതിൽ ക്രമക്കേടെന്ന വീട്ടുടമ. ആനക്കയം തലയനാട് പെരുങ്കുഴി ഭാഗത്ത് കഴിഞ്ഞ 36-ൽ പരം വർഷങ്ങളായി സ്ഥിര താമസക്കാരനായ ഇലവുങ്കൽ മാത്യുവും കുടുംബവുമാണ് ഇതുമൂലം കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നത്. 1980 മുതൽ ഇവിടെ ഇവർ സ്ഥിര താമസമാണെങ്കിലും ഭൂമി സംബന്ധമായ രേഖകൾ ഇവർക്കിനിയും ലഭിച്ചിട്ടില്ലാത്തതിനാലാണത്രേ ഇവരുടെ കൈവശ സ്ഥലം MVIP കയ്യേറി ജണ്ടയിടുന്നതെന്ന് മാത്യു പറഞ്ഞു. ഇവർക്ക് റേഷൻ കാർഡും കറന്റ് കണക്ഷനും വീട് പുതുക്കി പണിയുന്നതിന് സർക്കാർ ധനസഹായവും കക്കൂസ് പണിയുന്നതിന് തുക അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഭൂമിക്ക് പട്ടയമില്ലെന്ന കാരണം പറഞ്ഞ് പഴയ അതിർത്തിക്ക് പകരം അതിർത്തി പുനർനിർണയിക്കുന്നതോടെ മാത്യുവും കുടുംബവും വഴിയാധാരമാകും.
35 വർഷത്തിനപ്പുറവും MVIPക്ക് വേണ്ടി പൊന്നും വിലയ്ക്ക് സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് അതിർത്തി നിശ്ചയിച്ചപ്പോഴും താനും കുടുംബവും ഇവിടെ സ്ഥിരതാമസമാക്കിയിരുന്നതായും അന്ന് തന്നെയും കുടുംബത്തെയും MVIP ഒഴിവാക്കിയിരുന്നതായും മാത്യു പറഞ്ഞു. 37 വർഷം 40 വർഷത്തോളം അടുത്തായി ഇവിടെ MIPയുടെ പഴയ കല്ലിട്ടിട്ട്. ആ കല്ല് കൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് കയറ്റിയിടുന്ന കല്ല 40 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ട്. ഞാൻ 30 വർഷത്തെ ഇവിടെ താമസം തുടങ്ങിയിട്ട്. എനിക്ക് എൻ്റെ അയൽവക്കക്കാർ തന്നതാണ് ഇത്. അവർ കാരണന്മാരെല്ലാം മരിച്ചുപോയി. അത് കഴിഞ്ഞാൽ അതൊന്ന് എഴുതി മേടിക്കാൻ എനിക്കെക്കൊണ്ട് സാധിച്ചിട്ടില്ല. അവരിപ്പോൾ ബാക്കി അങ്ങ് എടുത്തു പോയാൽ എനിക്ക് MIPയുടെ അല്ലാതെ കിടക്കുന്ന ഭൂമി എനിക്ക് മതി. എനിക്കല്ലാതെ ആരും ഒന്നും വേണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയേക്കണേ. MIPയുടെ ആണെന്നും പറഞ്ഞ് എനിക്ക് വേണ്ട, നാട്ടുകാരുടെ മുതലും വേണ്ട എനിക്ക്. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ പുതുതായി നിയമനം ലഭിച്ച PWD എഞ്ചിനീയർമാർക്കായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ക്ലാസ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള റോഡ് സംബന്ധമായ അല്ലെങ്കിൽ പൊതുമരാമത്ത് സംബന്ധമായ ലാബുകളും മറ്റും പരിശോധിക്കുമ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു വലിയ പങ്കുണ്ട്. അത് മെക്കാനിക്കൽ സൈഡിലായാലും ശരി, സിവിൽ സൈഡിലായാലും ശരിയുള്ള ലാബിന് പുറമെ ഇവിടെ ശ്രീ സുന്ദരം വിശദീകരിച്ചതുപോലെ നമ്മുടെ എഞ്ചിനീയർമാർക്ക് ശരിയായ വിധത്തിൽ അവർക്ക് പരിശീലനം നൽകുന്നതിന്, സമയാസമയങ്ങളിൽ പരിശീലനം നൽകുന്നതിന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പുതിയൊരു ജനറേഷനെ വാർത്തെടുക്കാൻ IT പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം തൊടുപുഴ ഡയറ്റ് സ്കൂളിൽ നടന്നു. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബിലി സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് സജി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ നെജി ഷാഹുൽ ഹമീദ്, ടീച്ചർ ഇൻചാർജ് KM റംല, ഡയറ്റ് പ്രിൻസിപ്പൽ പ്രസന്നകുമാരപിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗാന്ധി ജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് ഡയറ്റ് സ്കൂൾ കുട്ടികൾ തയ്യാറാക്കിയ കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം കൌൺസിലർ നെജി ഷാഹുൽ ഹമീദ് നിർവഹിച്ചു. നമ്മുടെ സ്കൂളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിവര സാങ്കേതിക വിദ്യയുമായി ഒന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടി ഒരു പരിചയപ്പെടലിന് ആവശ്യമായ കുറച്ച് IT ഉപകരണങ്ങൾ നമ്മുടെ തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLAക്കെതിരെ BJP RSS സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ദുഷ്പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൊടുപുഴയിൽ പ്രകടനം നടത്തി. രാജീവ് ഭവനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. യൂത്ത് കോൺഗ്രസ് ലോക്സഭാ സെക്രട്ടറി ജിയോ മാത്യു, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് കിഴക്കൽ, KSU ജില്ലാ പ്രസിഡന്റ് നിയാസ് കൂരാപ്പള്ളി, NK ബിനുമോൻ, പ്രമോദ് പുളിങ്കുഴ, സിനോജ് എരിച്ചിരിക്കാട്ട്, തോമസ് ജോൺ, ജിബിൻ ജോസ്, MS ജിത്ത്, AA ഹാരിസ്, ലിജോ മഞ്ചപ്പിള്ളിൽ, ലത്തീഫ് മാർത്തോമ തുടങ്ങിയവർ നേതൃത്വം നൽകി. പോലുള്ള സംഘടനകൾ വർഗീയതയുടെയും ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ തകർക്കുന്ന തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ, ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വർഗീയ സംഘടനയുടെ പേരിലാക്കിക്കൊണ്ട് അവരുടെ പോഷക സംഘടനയുടെ പരിപാടിയാക്കിക്കൊണ്ട് മാറ്റിയിരിക്കുകയാണ്. ഇതിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിൻ്റെതായ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പറഞ്ഞത് മറ്റൊന്നുമല്ല, സംഘപരിവാറും BJPയും ശ്രീകൃഷ്ണ ജയന്തി നടത്തുന്നത് ഇത് കേരളത്തിൽ വർഗീയത വളർത്തുന്നതിന് മാത്രമേ ഉപകരിക്കൂ. ലോകബാങ്ക് പ്രതിനിധികൾ ഇടുക്കി കുളമാവ് ഡാമുകൾ സന്ദർശിച്ചു. രാജ്യത്തെ അണക്കെട്ടുകളിൽ ലോകബാങ്ക് സഹായത്തോടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുനരുദ്ധാരണ പദ്ധതികളുടെ ഭാഗമായാണ് ലോകബാങ്ക് പ്രതിനിധികൾ ഇടുക്കി കുളമാവ് അണക്കെട്ടുകൾ സന്ദർശിച്ചത്. സംസ്ഥാനത്തെ 38 അണക്കെട്ടുകളാണ് ഇത്തരത്തിൽ നവീകരിക്കുക. ഇതിനായി 210 കോടി രൂപ ലോകബാങ്ക് ധനസഹായം നൽകും. അടുത്ത 6 വർഷത്തിനുള്ളിൽ പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് KSEBയുടെ പ്രതീക്ഷ. ഇതിൽ മെയിനായിട്ട് ഡാമുകളുടെ ഗേറ്റുകളുടെ പ്രശ്നങ്ങളും ലീക്കേജിൻ്റെ പ്രശ്നങ്ങളും കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങളും എല്ലാമാണ് ആദ്യം കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിലെ ഇടുക്കി ഡാമാണ് ആദ്യത്തെ പ്രോജക്റ്റായി നമ്മൾ എടുക്കുന്നത്. കേരള ഗവൺമെൻറ് ഫോളോ ചെയ്യുന്ന ഒരു ടെൻഡർ കണ്ടീഷനല്ല. ഇത് കൂടുതൽ
തൊടുപുഴ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൂത്താട്ടുകുളം ശ്രീധരീയം ആയുർവേദ നേത്രരോഗ ആശുപത്രിയുടെ സഹകരണത്തോടെ ഒക്ടോബർ 21-ന് കാരിക്കോട് പ്രിയദർശിനി നഗറിൽ സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പ് നടത്തുമെന്ന് റോട്ടറി ക്ലബ് പ്രസിഡന്റ് NM മാത്യു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ NPP നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിയാണ് ക്യാമ്പ് നടത്തുന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിക്കും. ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 250 പേർക്കാണ് ക്യാമ്പിന്റെ സേവനം ലഭ്യമാകുന്നത്. ശ്രീധരീയം കാരിക്കോട് യൂണിറ്റ്, തൊടുപുഴ വിശ്വാസ് ഔഷധാലയം, കാരിക്കോട് ജനറൽ മെഡിക്കൽസ്, കൺട്രിക്കൽ ട്രാവൽ ലിങ്ക്സ് എന്നിവിടങ്ങളിൽ പേര് രജിസ്റ്റർ ചെയ്യാം. വാർത്താ സമ്മേളനത്തിൽ റോട്ടറി മാനേജിംഗ് ട്രസ്റ്റി ജയചന്ദ്രൻ, ഡോക്ടർ സതീഷ് കുമാർ, റോട്ടറി ഡയറക്ടർ TA ജോർജ് എന്നിവർ പങ്കെടുത്തു. തൊടുപുഴ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൂത്താട്ടുകുളം ശ്രീധരീയം ആയുർവേദ നേത്രരോഗ ആശുപത്രിയുടെ സഹകരണത്തോടെ ഡോക്ടർ NPP നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി 21/10/2012 ഞായറാഴ്ച രാവിലെ 9 മുതൽ 1:30 വരെ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തപ്പെടുന്നു. തൊടുപുഴ കാരിക്കോട് പ്രിയദർശിനി നഗറിൽ വച്ച് നടക്കുന്ന ഈ ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാർ. ആലപ്പുഴ കനാൽ പുതുക്കി പണിയുന്നത് സംബന്ധിച്ച് മന്ത്രി PJ ജോസഫിന്റെ ചേംബറിൽ ഉന്നത ഉദ്യോഗസ്ഥ യോഗം ചേർന്നു. തൊടുപുഴ ഇൻഡസ് മോട്ടോഴ്സിൽ പുതിയ മോഡൽ മാരുതി ആൾട്ടോ 800-ന്റെ ലോഞ്ചിംഗ് നടന്നു. ജോയിന്റ് RTO ഡേവിഡ് ഉദ്ഘാടനം നിർവഹിച്ചു. ടീം ലീഡേഴ്സായ ബിനീഷ്, മനു, കിരൺ എന്നിവർ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് ആൾട്ടോ 800-ന്റെ ബുക്കിംഗ് ആരംഭിച്ചു. മാരുതിയുടെ ഒരു അഭിമാനകരമായ ഒരു നിമിഷമാണിത്. മാരുതിയെ സംബന്ധിച്ചും ഇൻഡസ് മോട്ടോഴ്സിനെ സംബന്ധിച്ചും വളരെ അഭിമാനകരമായിട്ടുള്ളൊരു സന്ദർഭമാണിത്. വളരെ കാലമായിട്ട് ആൾട്ടോ എന്ന് പറയുന്ന ഒരു ജനങ്ങൾക്ക് ഇത്രയധികം ഒരു നല്ല പരിചയമുള്ള ഒരു പ്രോഡക്റ്റായിരുന്നു. അതിന് ഇച്ചിരി ഫേസ് ലിഫ്റ്റുകൾ വരുത്തി പുതിയൊരു മോഡൽ ഇന്നിവിടെ ലോഞ്ച് ചെയ്യുകയാണ്.